ഓക്കെ, ഒരു കാര്യം കൂടി, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ആരെ കൊണ്ട് പഠിപ്പിക്കാൻ നിൽക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ആവശ്യമില്ല. ഇപ്പോൾ ആമസോണിൽ നോക്കിയാൽ പോലും 3999 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് 3699 രൂപയ്ക്ക് സാധനം കിട്ടുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ബോട്സ് ലാബ് HK30 Pro എന്ന് പറയുന്ന ഈ ഒരു 2K റെക്കോർഡിംഗ് വരുന്ന ഡാഷ് ക്യാമാണ്. അതായത് ഇത്രയും അഫോർഡബിൾ പ്രൈസിന്, അതായത് ഏറ്റവും വില കുറവ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡാഷ് ക്യാമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ബോട്സ് ലാബ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡാഷ് ക്യാമാണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് വേരിയൻറ്റ് വരെ ഏത് വാഹനത്തിലും നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്രയും വില കുറവുള്ള ഒരു കമ്പനി ഡാഷ് ക്യാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു 2K റെക്കോർഡിംഗ് വരുന്ന ഈ ഒരു മോഡൽ MRP വരുന്നത് 5999 രൂപയാണ്. അത് കാര്യമാക്കേണ്ട. 3699 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വാ, നമുക്കിത് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. ഫുൾ HD ആണ് കൊടുത്തിരിക്കുന്നത്. 2K റെക്കോർഡിംഗ് വരെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കവറൊന്ന് ജസ്റ്റ് ഒന്ന് കളയാം. അതുപോലെ തന്നെ നമുക്ക് ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏതൊരു ആംഗിൾ വേണം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. B ടൈപ്പ് കണക്ടറാണ് ഇവിടെ കാണുന്നത്. ബാക്കിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലൊരു മെമ്മറി കാർഡ് സ്ലോട്ട് കാണാം, ഒരു റീസെറ്റ് ബട്ടൺ കാണാം, വയർസ് കയറ്റി വിടാൻ വേണ്ടി ഒരു ക്ലാമ്പും വരുന്നുണ്ട്, ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സ്റ്റോക്കറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വയർസും വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവനെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടി, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ആരെ കൊണ്ട് പഠിപ്പിക്കാൻ നിൽക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ആവശ്യമില്ല. ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ലെന്ന് പറയുന്ന പോലെ നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന പോർഷൻ നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ESD എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഫിക്സ് ചെയ്യണം. ഈ ഒരു സ്റ്റിക്കർ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഗ്ലാസ്സിലോട്ട് ഒട്ടിക്കുന്നതിന് കഴിഞ്ഞ് ഏറ്റവും നല്ല ഇത് തന്നെയാണ്. ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ സാധാരണ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ ഒരു സ്ക്വയർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. എയർ ഉള്ളതെല്ലാം ഒന്ന് കളഞ്ഞേക്കണം. കുറച്ച് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എയർ ബബിൾസ് ഒന്നും നിൽക്കത്തില്ല. നല്ല കിടലായിട്ട് നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഞാൻ ആ സാധനം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡാഷ് ക്യാം ഇതിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണ്. നമ്മൾ ഡാഷ് ക്യാം ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കറക്റ്റ് സ്ക്വയർ ഇവിടെ ഉള്ളതുകൊണ്ട് നേരെ ഇവിടെ ഒട്ടിച്ചാൽ മതി. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഒട്ടിക്കാം. സ്ലാബിൻ്റെ തന്നെ മെമ്മറി കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു 64 GB മെമ്മറി കാർഡാണ്. 128 GB വരെ ഈ ഒരു മോഡൽ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും നല്ലത് നിങ്ങളൊരു മെമ്മറി കാർഡ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 128 GB തന്നെ മേടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെക്കോർഡിങ് അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റ് ഇതിനകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നോളൂ, എപ്പോഴും എറൈസ് ആയി പോകത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു മോഡലിനൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഇത് കണ്ടിന്യൂസ് റെക്കോർഡിംഗ്, അതായത് നൈറ്റിലും ഒക്കെ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും. അതായത് 24/7 മോണിറ്ററിംഗ് കിട്ടും. പക്ഷേ ഇതിൻ്റെ വയറിംഗ് കിറ്റ് കൂടെ മേടിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും 24/7 റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ വയറിംഗ് കിറ്റും കൂടെ മേടിച്ചോണം. വയറിംഗ് കിറ്റിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് അത് മേടിക്കാൻ സാധിക്കും. അത് ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ്, ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ അതും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മെമ്മറി കാർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒട്ടിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം തന്നെ വേണ്ട ഇവിടുത്തെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒന്ന് കളഞ്ഞു. അതിനുശേഷം കറക്റ്റ് ഈ ഒരു സ്ക്വയറിനകത്ത് തന്നെ വെച്ച് ഫുൾ ഒന്നിച്ച് പ്രസ് ചെയ്യുന്നില്ല. ആദ്യം മേളത്തെ പോർഷൻ മാത്രമാണ് ഞാൻ അതിലൊന്ന് നിർത്തുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇങ്ങനെ ഒട്ടിച്ചങ്ങോട്ട് വരികയാണ്. യെസ്. എന്നിട്ട് നല്ല ഹാർഡായിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് പിടിച്ച് വെച്ചേക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ പിടിക്കേണ്ട ഒരു കാര്യം. യെസ്, മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഒരു വയർ എടുക്കാം. L ഷേപ്പ് വരുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ സൈഡിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ടൂൾ യൂസ് ചെയ്ത്, കണ്ടോ, എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ പതുക്കെ പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി വിടുകയാണ്. കണ്ടോ, ഇങ്ങനെ കയറ്റി വിടും. ഇത് കഴിയുമ്പോഴത്തേക്കും ഈ പില്ലറിൻ്റെ പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ റബ്ബറിങ് ഊരുക. അതുപോലെ തന്നെ ഇത് നേരെ ബാക്കിലോട്ട് വലിക്കുക. ഇത് ബാക്കിലോട്ട് വലിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഒരേ ഫോഴ്സ് കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പെല്ലാം അതിൽ തന്നെ ഇരുന്നോളം ഒന്നും പറഞ്ഞു പോരത്തില്ല. ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് ടാഗ് ചെയ്ത് ഇതിനകത്തോടെ എടുത്തതിന് ശേഷം ഈ ഗ്ലോ ബോക്സും കൂടെ നമ്മളൊന്ന് ഊരുകയാണ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിച്ചാൽ മതി. ഇത് ഊരിങ്ങ് പോകുന്നോളും. അതിനുശേഷം നമ്മളിത് ഇതിനകത്തോടെ ഇങ്ങിടുകയാണ്. താഴെ കൂടെ ഇങ്ങനെ എടുക്കണം. ഇവിടെ ആ വയർ കിട്ടി. ഓക്കെ, ഇതിലെ താഴെ കൂടെ വയർ വന്നു. ഈ ഒരു പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിലെ ഞാൻ ഇവിടം വരെ എടുത്തിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ജസ്റ്റ് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു താഴത്തെ പോർഷൻ കൂടെ ഒന്ന് അഴിച്ച് 12 വോൾട്ടിൻ്റെ ഇവിടെ വരാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണത്. ഈ സൈഡ് വഴി ഇങ്ങെടുത്താൽ മതി. അങ്ങനെ നമ്മളത് ഈ വഴി ഇങ്ങെടുത്തിട്ടുണ്ട്. സോക്കറ്റ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. 12 to 5 നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇവിടെ USB-യുടെ ഈ ഒരു കേബിളും കൂടെ ഞാൻ അങ്ങ് കണക്ട് ചെയ്തു. അങ്ങനെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞു. വേണ്ടേ, ഇവിടെയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയറെല്ലാം കയറ്റി വിട്ടു. ഇനി ഈ ടാഗ് എല്ലാം ഒന്ന് കട്ട് ചെയ്യാനും കൂടെ ഉള്ളൂ. സെറ്റാണ്. ക്യാമറയും റെഡി. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ടാഗും കട്ട് ചെയ്ത് ഈ കവറും കൂടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോട്ട്സ് ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെർച്ചിങ് ഡിവൈസ് നിയർ ബൈ എന്ന് പറഞ്ഞ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ മാനുവലി നോക്കുകയാണ്. കാരണം വെറുതെ നമ്മൾ സമയം കളയണ്ട. ഡാഷ് ക്യാം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഡാഷ് ക്യാംസ് എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. HK30 ബോട്ട്സ് ലാബ് നെക്സ്റ്റ് കൊടുത്തു. ഫൈൻഡിങ് വൈഫൈ. അപ്പോൾ വൈഫൈ നമ്മൾ കൊടുക്കണം. വൈഫൈയുടെ പാസ്വേഡ് മേളിൽ തന്നെ കൊടുത്തിട്ട് 128 1 2 3 4 5 6 7 8 ഓക്കെ കൊടുത്തു. സെർച്ചിങ് ഫോർ ഡിവൈസ് കാണിക്കുന്നുണ്ട്. കണക്റ്റ്. ഓക്കെ, അങ്ങനെ അത് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലൈവ് ബ്രോഡ്കാസ്റ്റ് നമുക്ക് എടുക്കാം. യെസ്. ഇനി ഇത് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. ഞാനിത് പൊക്കുകയും താക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ മാറ്റങ്ങൾ വരുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു കണ്ടീഷനിൽ വേണമല്ലോ. ഇതാണ് കറക്റ്റ് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. സമയം 12:06 ആയിരിക്കുകയാണ്. ഇന്ന് 9-ാം തീയതി 3-ാം മാസം 2025. എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽസ് ആണ്. അതായത് പകൽ ഓടിക്കുന്ന സമയത്തും രാത്രി ഓടിക്കുന്ന സമയത്തുള്ള ഡിഫറൻസും കാര്യങ്ങളും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം. അതിൻ്റെ വിഷ്വൽസും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നൈറ്റ് ഡ്രൈവിൻ്റെ ഒരു വിഷ്വലും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ഇറങ്ങിയൊക്കെയാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെയുണ്ട് ഇതിൻ്റെ വിഷ്വലൊക്കെ. കാരണം ചെറിയ വഴി കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടൊക്കെ വേണ്ട ഒരു ഡാഷ് ക്യാം തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വല്ല വാഹനമൊക്കെ വന്ന് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പോലും അതിൻ്റെ എല്ലാം ഒരു ഫുട്ടേജ് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് വേറെ പേടിക്കേണ്ട കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ആരും അവിടെ കള്ളം പറയാനോ അല്ല വെറുതെ തർക്കിച്ച് നിൽക്കാനോ ഒന്നും പോകത്തില്ല. കാരണം പ്രൂഫ് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വീഡിയോ റെക്കോർഡിംഗ് ആണ്. അത് നമുക്ക് ഈ ഒരു ക്യാമറ വഴി കിട്ടുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അഫോർഡബിൾ പ്രൈസ്, അതായത് 3999 ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മോഡല് 300 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതായത് 300 റുപ്പീസ് സ്പോട്ട് ഡിസ്കൗണ്ട്. നിങ്ങളിതിപ്പോൾ ആമസോണിൽ നോക്കിയാൽ പോലും 3999 രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് 3699 രൂപയ്ക്ക് സാധനം കിട്ടുന്നതായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിത് മേടിക്കാനുള്ള സൈറ്റ് കൊടുത്തേക്കാം. ആ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് MG@HK30 എന്ന് പറഞ്ഞ് ഒരു കൂപ്പൺ കോഡ്, അതായത് പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് 300 രൂപ സ്പോട്ട് ഡിസ്കൗണ്ടിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലോട്ട് ഈ സാധനം എത്തുന്നതായിരിക്കും. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഓരോ ക്ലിക്കിലും ഓരോ ഫോട്ടോസാണ് അത് എടുക്കുന്നത്. അതായത് ഓൺ ദ സ്പോട്ടിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ജസ്റ്റ് ഒരു ക്ലിക്ക്, വളരെ സിമ്പിളാണ്. മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഓൺ ആക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഇത് സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഒരു എമർജൻസി ഫോൾഡറായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതും ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് രാത്രിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും അടിച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു ഗ്രീൻ ലൈറ്റ് വർക്കിംഗ് ആണെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ലൈറ്റ് മാത്രം ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. ഏതായാലും ഇനി രാത്രിയുള്ള വിഷ്വലും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഒരു നൈറ്റ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരു ഓക്കെ ഫീൽ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഗുമ്മുണ്ടെന്ന് പറയുന്നില്ല. ഒരു 2K റെക്കോർഡിങ്ങിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് തന്നെയാണ്. അതായത് ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിസിബിളായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിളാണ്. നിങ്ങൾക്ക് ഏതായാലും ഈ തരുന്നൊരു ഫോട്ടേജിനകത്ത് ഒരു രീതിക്കുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് ഫ്രം ദ വീഡിയോ ആണ് ഞാൻ ഈ തരുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക.